നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിൽ 28ാമത്തെ ചതുർയുഗമാണ്. 4 യുഗങ്ങളിലുള്ളതിൽ അവസാനത്തേതാണ് കലിയുഗം. ആ കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്ത ദിവസം മുതൽക്കാണ് കലി തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. അന്നേ ദിവസം മുതൽക്ക് ദിവസത്തിന്റെ എണ്ണം കണക്കാക്കിയാൽ കലിദിന സംഖ്യ എന്ന് പറയുന്നത് 18,72,419 ദിവസമാണ് ഇന്ന് കൊല്ലവർഷക്കണക്കനുസരിച്ച്, മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1200-ാം ആണ്ട് കർക്കിടമാസം 12-ാം തീയതിയാണ്. ശതവർഷം കണക്കനുസരിച്ച് 1947 ശ്രാവണ മാസം 6-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ജൂലൈ മാസം 28-ാം തീയതിയാണ്. ഇപ്പോൾ ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ് ഇന്ന് കരണം വരുന്നത് പശു കരണമാണ്. നിത്യയോഗം വരുന്നത് പരീഖ നാമ നിത്യയോഗമാണ്. നാള് നക്ഷത്രം പൂരം നക്ഷത്രമാണ്. ഞാറ്റുവേല പൂയം ഞാറ്റുവേല തന്നെയാണ്. ഇന്ന് ദിവസം തിങ്കളാഴ്ച ചന്ദ്രന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:17 1 സെക്കൻഡ് ഉള്ള സമയത്താണ് ഉദയം സംഭവിക്കുന്നത്. വൈകിട്ട് 6:43 39 സെക്കൻഡിന് അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 26 മിനിറ്റ് 28 സെക്കൻഡാണ്. ഈ പകലിന്റെ ദൈർഘ്യം രാത്രിയേക്കാൾ കൂടുതലുള്ള കാലമാണിത്. എന്നാലും അത് ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണായന കാലമാകയാൽ ഈ ഉദയാസ്തമയങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് മധ്യ കേരളത്തിലേതാണ്. ദക്ഷിണ ഉത്തര കേരളത്തിലേക്ക് പോകുമ്പോൾ ഇതിന് ഏതാനും സെക്കൻഡുകളുടെയും മിനിറ്റുകളുടെയും ഒക്കെ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ 7:50 മുതൽക്ക് 9:23 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 2:03 തുടങ്ങി 3:37 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് രാവിലെ 10:57 മുതൽക്ക് 12:30 വരെയുള്ള സമയത്താണ്. ഈ രാഹു ഗുളിക യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യങ്ങളാണ്. ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക, യാത്ര മുതലായിട്ടുള്ളവയും ഈ കാലത്തിൽ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ളതാണ്, എല്ലാ നാളുകാർക്കും. ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്നത് മകരം കൂറുകാർക്കാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടത്തര വരെയുള്ളൂ. അവിട്ടത്തിന്റെ ആദ്യ ഭാഗം ഉത്രാടം, തിരുവോണം, അവിട്ടത്തര ഈ നക്ഷത്രക്കാർക്കാണ് മകരക്കൂറ് എന്ന് പറയുന്നത്. ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചന്ദ്രൻ 8ാം ഭാവത്തിൽ വരുന്ന ദിവസമാകയാൽ ഇന്ന് പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. അവർ പുതിയ കാര്യങ്ങൾക്ക് തുടക്കമിടുക, പ്രധാനപ്പെട്ട യാത്രകൾ ചെയ്യുക, ശുഭകാര്യങ്ങൾ ഇതൊക്കെ ഇന്ന് വർദ്ധിക്കേണ്ടതാണ്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12:06 തുടങ്ങി 12:28 വരെയുള്ള സമയത്താണ്. തുടർന്ന് 4 മിനിറ്റ് മധ്യഭാഗം വർജിച്ച് 12:32 മുതൽക്ക് 12:54 വരെയുള്ള സമയത്താണ്. അഭിജിത്ത് മുഹൂർത്തം 12:06 മുതൽക്ക് 12:54 വരെയാണ്. ഇതിൽ മധ്യഭാഗം 4 മിനിറ്റാണ്. സന്ധി ആകയാൽ അത് ഉപേക്ഷിക്കപ്പെടുന്നത്. ഈ അഭിജിത്ത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത വരികയും മറ്റ് നക്ഷത്രാദികളെ കൊണ്ട് അനുകൂലമാകാത്ത ദിവസമാകുകയാണെങ്കിൽ ഈ അഭിജിത്ത് മുഹൂർത്തം മറ്റൊന്നും തന്നെ നോക്കാതെ തന്നെ ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ്. ഇന്ന് നക്ഷത്രം പൂരം നക്ഷത്രമാണ്. ഇത് ശുഭകർമ്മങ്ങൾക്ക് പൊതുവെ വിധിച്ചിട്ടില്ലാത്ത നക്ഷത്രമാണ്. ബന്ധന കാര്യങ്ങൾ, അറസ്റ്റ് മുതലായവ, അതുപോലെ ദാരുണ കൃത്യങ്ങൾക്ക്, ശില്പവേലകൾക്ക്, അതുപോലെ യുദ്ധം, രണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റ് ഇതര തൊഴിലുകൾ, ഇതിനൊക്കെയാണ് ഈ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടുള്ളത്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് ഇത് ഇന്നത്തെ ദിവസം വിധിച്ചിട്ടുള്ളതല്ല. ഇന്ന് കർക്കിടക മാസം 12ാമത്തെ ദിവസമാണ്. രാമായണ മാസകാലമാണല്ലോ ഇത്. ഈ രാമായണ മാസകാലത്തിലെ 12ാമത്തെ ദിവസമായിട്ട് വരും. എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് ഇന്ന ദിവസങ്ങളിൽ ഇത്ര ഭാഗങ്ങൾ ജപിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഒരു ഗുരുവിന്റെ നിർദ്ദേശാനുസരണം ഇതൊക്കെ വേണ്ട വിധം എല്ലാവരും ചെയ്തു വരേണ്ടതാണ്. ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.